അർഹിക്കാത്ത സ്ഥാനത്ത് നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയോ ആകുന്നു. ദൈവത്തിൻ്റെ കരുണ എന്നല്ലാതെ അതേക്കുറിച്ച് എന്ത് പറയാനാണ്? പലപ്പോഴും നാം അത് ഓർക്കാറില്ല. ദൈവത്തിന് നന്ദി കരയേറ്റാറുമില്ല. നമ്മുടെ പക്ഷം ഒന്നുകിൽ നമ്മുടെ മിടുക്കുകൊണ്ട് അത് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ യാദൃച്ഛികമായി അത് സംഭവിച്ചു എന്നത്രേ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ദൈവകരം കാണുവാൻ കഴിയുമ്പോൾ അപ്പോഴാകുന്നു നാം സന്തോഷമുള്ളവരാകുന്നത്. വളരെയേറെ വീഴ്ചകൾ ഉണ്ടായിരുന്ന യഹൂദ, യാക്കോബിൻ്റെ മകനായ യഹൂദ, അവൻ യാക്കോബിൻ്റെ ആദ്യജാതനായിരുന്നില്ല. എന്നിട്ടും ലോകരക്ഷകൻ അവൻ്റെ പരമ്പരയിൽ വന്നു പിറന്നു. ഇസ്രായേലിലെ രാജാക്കന്മാർ അവൻ്റെ സന്തതികളിൽ നിന്നുള്ളവരായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം എത്രയെത്ര അനുഗ്രഹങ്ങൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുമോ? ഇന്നത്തെ ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായമാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ ആരംഭിച്ചത്. അതിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. രൂബേന് ഒന്നാമത്തെ സ്ഥാനം നഷ്ടപ്പെട്ടതും ശിമെയോനും ലേവിക്കും അതിനടുത്ത സ്ഥാനം നഷ്ടമായതായും രാജാവ് ഈ ഗോത്രങ്ങളിൽ നിന്നൊന്നും വരില്ല എന്നുമുള്ള കാര്യം നാം കണ്ടു. പാപിയായിരുന്ന വേറൊരു മകൻ യാക്കോബിനുണ്ടായിരുന്നു. ദൈവകൃപ അവന് ചെയ്തതെന്താകുന്നു എന്ന് ഇന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതെ, യഹൂദയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവനും ഈ പറഞ്ഞതുപോലെ പാപിയായ ഒരു വ്യക്തിയായിരുന്നു. അവൻ ചെയ്ത നികൃഷ്ടമായ പല കാര്യങ്ങളുണ്ട്. എന്നാൽ അതിനെ അതിജീവിക്കുന്ന ദൈവകൃപ അവൻ്റെ സമർപ്പണ ജീവിതത്തിലൂടെ നേടിയെടുക്കുവാൻ അവന് സാധിച്ചു എന്നുള്ളതാണ് യഹൂദയെക്കുറിച്ച് നമുക്ക് പറയുവാനും പ്രശംസിക്കുവാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. 8ഉം 9ഉം ഞാനൊന്ന് വായിക്കട്ടെ. യഹൂദയെ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും, അപ്പൻ്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇര പിടിച്ച് കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞ് സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. ആരവനെ എഴുന്നേൽപ്പിക്കും? അപ്പൻ്റെ മക്കൾ നിന്റെ മുൻപിൽ നമസ്കരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ സംഭവിക്കുവാനാണെന്നറിയാമോ? അതെ, കർത്താവായ യേശുക്രിസ്തു യഹൂദയുടെ ഗോത്രത്തിൽ നിന്നുമാണ് വന്നത്. അവൻ്റെ മുൻപിലാണ് സകല മനുഷ്യരും നമസ്കരിക്കുവാൻ പോകുന്നത്. 10 വാക്യത്തിൽ നാം കാണുന്നത്, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ണ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. ജാതികളുടെ അനുസരണം അവനോടാകും. തിരുവചനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വേറൊരു പ്രവചനമാകുന്നു ഞാനിപ്പോൾ വായിച്ചത്. അവകാശമുള്ളവൻ വരുവോളം. അവകാശമുള്ളവൻ ഭരണാധികാരിയാകുന്നു. തിരുവചനത്തിലെ വളരെ ശ്രേഷ്ഠമായ പ്രവചനങ്ങളിൽ ഒന്നത്രേ ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ വരുമെന്ന് ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു. അതത്രേ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം. ഉൽപ്പത്തി പുസ്തകം 3 അധ്യായത്തിൻ്റെ 15 വാക്യം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ കുതികാൽ തകർക്കും, നീ അവൻ്റെ തല തകർക്കും. പാമ്പിൻ്റെ തല തകർക്കുന്നവൻ സ്ത്രീയുടെ സന്തതിയാണ്. അവനാണ് വിജയം വരിക്കേണ്ടുന്നവൻ. ഈ ആദ്യത്തെ പ്രവചനം ഉൽപ്പത്തിയിലാകുന്നു. തുടർന്ന് ആ സന്തതിയെക്കുറിച്ച് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സ്ഥിരപ്പെടുത്തി. ഇപ്പോഴത് യഹൂദയോട് സ്ഥിരപ്പെടുത്തും. യഹൂദയുടെ വംശത്തിൽ നിന്നും അവൻ വരുന്നു എന്ന്. അവകാശമുള്ളവൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഷൈലോ എന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം ഭരണാധികാരി എന്നാകുന്നു. ഈ പദത്തിന് വിശ്രമം, സ്വാസ്ഥ്യം എന്നൊക്കെയും അർത്ഥമുണ്ട്. മനുഷ്യജീവിതത്തിൽ സ്വസ്ഥത കൊണ്ടുവരുന്നവൻ ക്രിസ്തു ആകുന്നു എന്ന അർത്ഥത്തിൽ. കർത്താവ് ഈ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ അവൻ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. തന്നെ ത്യജിച്ചവരിൽ നിന്നും തിരിഞ്ഞിട്ട് സകല ലോകത്തോടുമായി കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ,
ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നത്രേ. അതത്രേ ശൈലോ, അവകാശമുള്ളവൻ വന്നു. ക്രിസ്തു അവകാശമുള്ളവൻ മാത്രമല്ല, ചെങ്കോൽ പിടിക്കുന്നവനും അവനാകുന്നു. ആണി തുളച്ച കരങ്ങളിലാണ് ഈ പ്രപഞ്ചത്തിന്റെ ചെങ്കോൽ പിടിച്ചിരിക്കുന്നത് എന്നോർക്കണം. 24 വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നാം വായിക്കുന്നത്, ദൈവത്തിൽ നിന്നും ഇടയനും ഇസ്രായേലിന്റെ പാറയും വരുമെന്നാണ്. അതുകൊണ്ട് ഈ അവകാശമുള്ളവൻ ഒരു ഇടയനും പാറയുമാകും. സംഖ്യാപുസ്തകം 24 അധ്യായം 17 വാക്യത്തിൽ എത്തുമ്പോൾ ഒരു നക്ഷത്രത്തെക്കുറിച്ച് അവിടെ പറയുന്നു. ക്രിസ്തുവിന്റെ വരവുമായി ബന്ധപ്പെടുത്തി സംസാരിച്ചിരിക്കുന്നതെല്ലാം ഒന്നോർക്കുക. സ്ത്രീയോടും പിതാക്കന്മാരോടും വാഗ്ദത്തം ചെയ്തതായ സന്തതി അവനാകുന്നു. ആശ്വാസം കൊണ്ടുവരുന്ന ശൈലോ, അവകാശമുള്ളവൻ അവനത്രേ. ചെങ്കോൽ പിടിക്കുന്ന രാജാവ് അവനാകുന്നു. തന്റെ ജീവനെ നൽകിയ ഇടയൻ അവനാണ്. ഒരു ദിവസം പ്രത്യക്ഷനാകുവാൻ പോകുന്ന ഇടയശ്രേഷ്ഠൻ അവനത്രേ. പണിയുന്നവർ തള്ളിക്കളഞ്ഞതും ഇന്ന് മൂലക്കല്ലായതുമായ കല്ല് യേശുക്രിസ്തു ആകുന്നു. അവനാകുന്നു നക്ഷത്രം. തന്റെ സഭയുടെ പ്രകാശിക്കുന്ന ഉദയനക്ഷത്രം അവനാകുന്നു. ആദാമിൽ നിന്നും ശേത്തിലേക്ക് വന്ന വംശം ഇതത്രേ. ശേത്തിൽ നിന്നും നോഹയിലയുടെ ശേമിലേക്കും അബ്രഹാമിലേക്കും ഇസഹാക്കിലേക്കും യാക്കോബിലേക്കും ഇപ്പോഴിതാ യഹൂദയിലേക്കും അത് നീളുന്നു. ദൈവം ഒരു പ്രത്യേക രീതിയിലും പ്രത്യേക പരിപാടി അനുസരിച്ചും പ്രവർത്തിക്കുന്നു എന്ന വസ്തുത സുഹൃത്തെ ഒരിക്കലും മറന്നു കളയരുത്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം അതത്രേ. 11-12 വാക്യങ്ങളിൽ നാം കാണുന്നു, അവൻ മുന്തിരിവള്ളിയോട് ചെറുകഴുതയെയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുതക്കുട്ടിയെയും കെട്ടുന്നു. അവൻ വീഞ്ഞിൽ തന്റെ ഉടുപ്പും ദ്രാക്ഷാരസത്തിൽ തന്റെ വസ്ത്രവും അലക്കുന്നു. അവന്റെ കണ്ണ് വീഞ്ഞുകൊണ്ട് ചുവന്നും അവന്റെ പല്ല് പാലുകൊണ്ട് വെളുത്തും ഇരിക്കുന്നു. ഇവിടെ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഒരു ചെറിയ കഴുതപ്പുറത്ത് കയറി യെരുശലേമിലേക്ക് വന്നത് ക്രിസ്തു ആകുന്നു എന്ന് നമുക്കറിയാമല്ലോ. അന്ന് അവൻ തന്നെ തന്നെ മശിഹായായിട്ട് വെളിപ്പെടുത്തി. അതെ, രാജാവായും രക്ഷകനായും. അവൻ വീഞ്ഞിൽ തന്റെ ഉടുപ്പ് അലക്കുന്നു എന്ന് വായിച്ചല്ലോ. എപ്രകാരത്തിലുള്ള വീഞ്ഞാകുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതേ, രക്തം, അവന്റെ സ്വന്തം രക്തം. എന്നാൽ ക്രിസ്തു വീണ്ടും വരുമ്പോൾ അവന്റെ വസ്ത്രം ചുവന്നിരിക്കും. ഇങ്ങനെയാണ് അവനോട് ചോദിക്കുന്നത്. യെശയ്യാപ്രവചനം 63:2 നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നതെന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ഇരിക്കുന്നതെന്ത്? ഈ പറയുന്ന സമയത്ത് തൻ്റെ സ്വന്തം രക്തം ആയിരിക്കില്ല, പിന്നെയോ തൻ്റെ ശത്രുക്കളുടെ രക്തമായിരിക്കും അവൻ്റെ വസ്ത്രത്തിൽ കാണുന്നത്. ഇത് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള പ്രവചനമാണ്. അവൻ ന്യായവിധിക്കായി മടങ്ങി വരുന്നതിനെപ്പറ്റി പറയുന്ന ഭാഗം. യഹൂദയ്ക്ക് നൽകിയ പ്രവചനം തിരുവചനത്തിലേക്കും ശ്രേഷ്ഠമായ പ്രവചനങ്ങളിൽ ഒന്നത്രേ. അതെ, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുവാൻ ദൈവമൊരുക്കിയ മാർഗം. 13 വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, സെബുലൂൻ സമുദ്രതീരത്ത് വസിക്കും, അവൻ കപ്പൽ തുറമുഖത്ത് പാർക്കും, അവൻ്റെ പാർശ്വം സീദോൻ വരെ ആകും. ആ ദേശത്തിൻ്റെ വടക്ക് ഭാഗത്ത് സമുദ്രതീരത്ത് പാർത്ത ഗോത്രമായിരുന്നു ഈ പറഞ്ഞ സെബൂലോൻ. 14-15 വാക്യങ്ങളിൽ നാം പിന്നീട് വായിക്കുന്നത്, ഇസാക്കാർ അസ്ഥിബലമുള്ള കഴുത, അവൻ തൊഴുത്തുകളുടെ മധ്യേ കിടക്കുന്നു. വിശ്രാമം നല്ലതെന്നും ദേശം ഇമ്പമുള്ളതെന്നും കണ്ടു. അവൻ ചുമടിന് ചുമൽ കൊടുത്തു, ഊഴിയത്തിന് ദാസനായി തീർന്നു. ഇസാക്കാരും ഒടുവിൽ ആ ദേശത്തിന്റെ വടക്ക് ഭാഗത്ത് പാർക്കുവാൻ ആരംഭിച്ചിരുന്നു. ആ രാജ്യത്തിന്റെ നട്ടെല്ല് എന്ന് പറയത്തക്കവണ്ണം വളരെയധികം കാര്യങ്ങൾ ചെയ്ത ഒരു ഗോത്രമായിരുന്നു ഈ ഇസാക്കാർ. അവർ ജോലിക്കാരായിരുന്നു, തൊഴിലാളികൾ, എന്നെ പോലെയും ഉള്ള സാധാരണക്കാരെ പറ്റി. നാം ഒന്നും ടെലിവിഷനിൽ കയറി കൂടാറില്ല, ഇന്റർനെറ്റിലും വെബ്സൈറ്റിലും ഒന്നും ഒരുപക്ഷെ നമ്മെ കണ്ടെന്ന് വരില്ല. അതൊക്കെ അസാധാരണമായ കാര്യമാണല്ലോ. അങ്ങനെ ടെലിവിഷനിലും സിനിമയിലും മറ്റും കാണുന്ന പ്രത്യേക ആളുകളെയാണ് പൊതുജനം വലിയ ആളുകളായി കണക്കാക്കുന്നത്. അതെ, രസിപ്പിക്കാൻ, ചിരിപ്പിക്കാൻ, വിനോദിപ്പിക്കുവാൻ കഴിയുന്നവർ, അവർക്കാണ് ഇന്ന് ഏറ്റവും വലിയ ഡിമാൻഡ്. അത് കളികളിലാണെങ്കിലും കോമഡിയിലാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും ഒക്കെ മറ്റുള്ളവരെ രസിപ്പിക്കുക. അവരാണല്ലോ ഇന്ന് ഏറ്റവും അധികം പണം ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ പണം അവരാണ് കൊണ്ടുപോകുന്നത്.
എന്നാൽ കൃഷിക്കാർ, തൊഴിലാളികൾ, അവർക്ക് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. നാം പലപ്പോഴും നമ്മെ ചൂഷണം ചെയ്യുന്നവരെ തിരിച്ചറിയാതെ പിന്നെയും പിന്നെ ചൂഷണത്തിൽ അകപ്പെടുന്നു. ഇങ്ങനെയുള്ള വലിയൊരു കൂട്ടം, അതായത് സമൂഹത്തിൽ വലിയവരായി പൊതുവെ കാണപ്പെടുന്ന, അല്ലെങ്കിൽ പബ്ലിസിറ്റി കൊണ്ട് വലിയവരാക്കി തീർക്കുന്ന ആളുകൾ, പ്രസിദ്ധരാണെന്ന് കാണിക്കപ്പെടുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളെ ശ്രേഷ്ഠരെന്ന് സ്ഥാപിക്കുവാനുള്ള നമ്മുടെ മാധ്യമങ്ങളുടെ ശ്രമം വളരെയേറെ വിജയിക്കുന്നുമുണ്ട്. നമ്മുടെ യുവജനങ്ങൾ ഇത് അനുകരിക്കുവാനാണല്ലോ അധികം ശ്രമിക്കുന്നത്. എന്നാൽ സുഹൃത്തെ, നമ്മുടെ രാജ്യത്തിൻ്റെയോ മറ്റേതൊരു രാജ്യത്തിൻ്റെയോ നട്ടൽ അവരല്ല, മറിച്ച് ജോലിയെടുക്കുന്ന തൊഴിലാളികളാണ്. ചെറിയ ഗോത്രങ്ങളായിരുന്ന സുബുലൂനും ഇസാക്കാറും ആയിരുന്നു വാഗ്ദത്ത നാട്ടിൽ താമസമുറപ്പിച്ചിരുന്ന ഇസ്രായേലിൻ്റെ നട്ടല്ല. ഇങ്ങനെയുള്ളവരെ സാധാരണ ആരും അത്ര ഗണ്യമാക്കാറില്ല. അവര് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാറില്ലല്ലോ. 16 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ദാൻ ഏതൊരു ഇസ്രായേല്യ ഗോത്രവും പോലെ സ്വജനത്തിന് ന്യായപാലനം ചെയ്യും. ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവുമാകും. അവൻ കുതിരയുടെ കുതികാൽ കടിക്കും, പുറത്തു കയറിയവൻ മലർന്നു വീഴും. യഹോവേ, ഞാൻ നിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. ദൈവത്തിന്റെ രക്ഷ ആവശ്യമായി വരുന്ന ഗോത്രമാകുന്നു ദാൻ. കാരണം മറുതലിപ്പിൽ തുടരുന്ന ഗോത്രങ്ങളിൽ ഒന്നായിരിക്കും ദാൻ. തിരുവചനത്തിലൂടെ നാം പഠിച്ചു മുൻപോട്ട് പോകുമ്പോൾ അതേക്കുറിച്ച് കൂടുതലായി കാണുന്നതാണ്. 19 വാക്യത്തിൽ കാണുന്നു, ഗാദോ കവർച്ചപ്പട അവനെ ഞെരുക്കും, അവനോ അവരുടെ പിൻപടയെ ഞെരുക്കും. ദേശത്തിന്റെ വടക്ക് ഭാഗത്ത് താമസമുറപ്പിച്ച വേറൊരു ഗോത്രമാകുന്നു ഈ ഗാദ്. വാസ്തവത്തിൽ ദാൻ ആയിരുന്നു വടക്കേ അറ്റത്തുണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ ആ രാജ്യത്തിന്റെ നീളത്തെക്കുറിച്ച് പറയുമ്പോൾ ദാൻ മുതൽ ബേർഷേബ വരെ എന്ന് പറയുന്നത്. 20-21 വാക്യങ്ങളിൽ നാം കാണുന്നത്, അശേരോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്, അവൻ രാജകീയ സ്വാദ് ഭോജനം നൽകും. നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ, അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു. ബൈബിളിന്റെ ബാക്കിയുള്ള ഭാഗത്ത് ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് വ്യക്തിപരമായി സംസാരിക്കുകയും ദൈവം ഇടപെടുകയും ചെയ്തതായി പറഞ്ഞിട്ടുള്ളതെല്ലാം ഈ 12 ഗോത്രങ്ങളിൽ ഏതെങ്കിലുമുള്ളവരോടാണ്. ഈ ഗോത്രങ്ങളിലെ ഓരോരുത്തരോടും പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതികൾ തന്നെയാണ് എന്ന് പ്രത്യേകം ഓർത്തുകൊള്ളണം. 22 വാക്യത്തിൽ നാം വായിക്കുന്നത്, യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. യോസഫ് കനാൻ ദേശം വിട്ട് മിസ്രൈമിലേക്ക് പോയി. എന്നാൽ അവൻ അവിടെയും ദൈവത്തിനൊരു സാക്ഷിയായിരുന്നു. അവന്റെ പുത്രന്മാരായ എഫ്രൈമും മനശ്ശെയും ചരിത്രത്തിൽ പിന്നീട് ശമരിയായി തീർന്ന ആ ഭാഗമാണ്. ക്രിസ്തുവിന്റെ കാലത്ത് ആ ഭാഗത്തെ ജാതികളുടെ ദേശമെന്നാണ് വിളിച്ചിരുന്നത്. സാക്ഷിക്കുവാൻ സാധിക്കുന്ന ഒരു വലിയ സ്ഥലം തന്നെയായിരുന്നു അത്. സുവിശേഷം ആ ഭാഗത്തേക്ക് പോവുകയുണ്ടായി. നമ്മുടെ കർത്താവ് തന്നെ സ്വയം അവിടെ പോവുകയുണ്ടായല്ലോ. യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായത്തിൽ കർത്താവ് ശമരിയിൽ പ്രസംഗിക്കുന്നത് നാം കാണുന്നു. ആ കിണറ്റിൻ കരയിലിരുന്ന സ്ത്രീയോടായിരുന്നു അവൻ പ്രസംഗിക്കാൻ തുടങ്ങിയത്. 23 വാക്യത്തിൽ നാം കാണുന്നത്, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു, അവനോട് പൊരുതു. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു, അവന്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ, നിൻ പിതാവിന്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും, സർവശക്തനാൽ തന്നെ. അവൻ മീതെ ആകാശത്തിന്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിന്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിന്റെയും അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും. യോസഫിൽ നിന്നും ഉത്ഭവിച്ച ഈ 2 ഗോത്രങ്ങൾ, എഫ്രൈമും മനശ്ശെയും, വളരെ പ്രമുഖരായ 2 ഗോത്രങ്ങളായി തീർന്നു എന്ന് നമുക്കറിയാം. രാജ്യത്തിന്റെ വിഭജനം പോലും അവരാണ് നടത്തിയത്. അവർ അത്രമാത്രം ശക്തരായിരുന്നു എന്ന് ചുരുക്കം. 26 വാക്യത്തിൽ കാണുന്നു, നിൻ പിതാവിന്റെ അനുഗ്രഹങ്ങൾ എൻ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് മീതെ ശാശ്വത ഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ടു. അവ യോസഫിന്റെ തലയിലും തന്റെ സഹോദരന്മാരിൽ പ്രഭുവായവന്റെ നെറുകയിലും വരും. യോസഫിനെയും അവനിൽ നിന്നും ഉത്ഭവിച്ച 2 ഗോത്രങ്ങളെയും ഇസ്രായേലിന്റെ ദൈവത്തിങ്കിലേക്ക്, സൃഷ്ടാവിങ്കിലേക്ക്
വീണ്ടെടുപ്പുകാരനിലേക്ക് കൊണ്ടുവന്ന് ബന്ധിപ്പിക്കുവാൻ യാക്കോബ് ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം ഈ ഗോത്രങ്ങൾ, പ്രത്യേകിച്ചും എഫ്രയീം, ഇസ്രായേലിനെ വിഗ്രഹാരാധനയിലേക്ക് നടത്തിയ ഗോത്രമാണ്. രഹോബയാമിനോട് മറുതലിക്കുകയും ഇസ്രായേലിൽ 2 കാളക്കുട്ടികളെ പ്രതിഷ്ഠിച്ച് വിഗ്രഹാരാധന തുടങ്ങുകയും ചെയ്ത യൊരോബയാം എഫ്രയീം ഗോത്രത്തിൽ നിന്നുള്ളവനാണ്. അതുകൊണ്ട് ഇവിടെ തൻ്റെ മരണക്കിടക്കയിൽ യാക്കോബ് അവരെ തിരികെ വിളിക്കുന്നു. തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിങ്കിലേക്ക് തിരികെ വിളിക്കുന്നു. ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് വരുവാനായി അവരോട് അവൻ ആവശ്യപ്പെടുകയാണ്. 27 വാക്യത്തിൽ നാം കാണുന്നത്, ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്നായി, രാവിലെ അവൻ ഇര പിടിച്ചു വിഴുങ്ങും, വൈകുന്നേരത്ത് അവൻ കവർച്ച പങ്കിടും. ബെന്യാമിനെ സംബന്ധിക്കുന്ന ഈ പ്രവചനം വിചിത്രമായിരിക്കുന്നു. യഹൂദയുമായി വളരെയേറെ ഒന്നിച്ചു നിന്ന ഗോത്രമാകുന്നു ബെന്യാമിൻ ഗോത്രം. രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ യഹൂദയോടുകൂടി നിന്ന ഏക ഗോത്രം ബെന്യാമിൻ്റേതാകും. രാവിലെ ഇര പിടിച്ച് വിഴുങ്ങുന്ന ഒരു ബെന്യാമീനെ ഇവിടെ നാം കാണുന്നു. അതുകൊണ്ട് തന്നെ അവന് കവർച്ച പങ്കിടുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ഇതൊരു മാതൃകയായിരിക്കുന്നത് നല്ലതാണ്. ദൈവവചനം എത്രമാത്രം കഴിക്കുന്നുവോ അത്രമാത്രമേ നമുക്ക് വളരുവാൻ സാധിക്കൂ. മറ്റുള്ളവരുമായി അത് പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കും. അന്നന്നത്തേക്കുള്ള ആത്മീയ ആഹാരം പ്രഭാതത്തിൽ തന്നെ വിഴുങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ സുഹൃത്തെ? അതിനെന്തെല്ലാം അവസരങ്ങളാണ് ദൈവം നിങ്ങൾക്കും എനിക്കും തന്നിരിക്കുന്നത്. ദൈവവചനം ക്രമമായി ഭക്ഷിക്കാതെ ഒരു ദൈവപൈതലായി വളരുവാൻ, ആത്മീയമായി വളരുവാൻ ആർക്കും സാധ്യമല്ല. ഇനിയും യാക്കോബിന്റെ അന്ത്യവാക്കുകളും മരണവുമാണ് നാം കാണുന്നത്. 28ഉം 29ഉം വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കാം. ഇസ്രായേൽ ഗോത്രം 12 ഇവയാകുന്നു. അവരുടെ പിതാവ് അവരോട് പറഞ്ഞത് ഇതുതന്നെ. അവൻ അവരിൽ ഓരോരുത്തന് അവനവന്റെ അനുഗ്രഹം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു. അവൻ അവരോട് ആജ്ഞാപിച്ചു പറഞ്ഞത്, ഞാൻ എൻ്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്യനായ എഫ്രോന്റെ നിലത്തിലെ ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ എന്നെ അടക്കണം. തൻ്റെ തന്നെ കുടുംബചരിത്രം അവൻ പറയുകയാണ്. യാക്കോബിന്റെ മരണം കൊണ്ട് എല്ലാം തീർന്നു എന്ന് കരുതരുത്. അവൻ അവൻ്റെ ജനങ്ങളോടൊപ്പം ആയിരിക്കുവാൻ പോകുകയാണ്. അബ്രഹാം വില കൊടുത്തു വാങ്ങിയ ആ ഗുഹയിൽ തൻ്റെ ശരീരവും സംസ്കരിക്കണമെന്ന് യാക്കോബ് ആഗ്രഹിച്ചു. മരിച്ചവരിൽ നിന്നും ഉയരുന്നത് വരെ ആ ദേശത്ത് തന്നെ ആയിരിക്കും എന്നുറപ്പാക്കുവാൻ യാക്കോബ് ആഗ്രഹിച്ചു. 30 വാക്യത്തിൽ നാം കാണുന്നത്, കനാൻ ദേശത്ത് മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ തന്നെ. തൻ്റെ കുടുംബചരിത്രം യാക്കോബ് എത്രമാത്രം അറിഞ്ഞിരുന്നു എന്ന് നമുക്ക് അവൻ്റെ ഓരോ പ്രസ്താവനകളിൽ നിന്നും കാണുവാൻ സാധിക്കും. ഈ സമയത്ത് അവനൊരു കുടുംബ ചരിത്ര പുസ്തകം കൊണ്ട് നടക്കുകയായിരുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നില്ല. എഴുതപ്പെട്ട ഒരു ചരിത്രവും അവൻ്റെ കൈവശം ഉണ്ടായിരുന്നിരിക്കില്ല. എന്നിട്ടും ഈ അറിവുകൾ അവൻ തൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു എന്ന് ചുരുക്കം. 31 വാക്യത്തിൽ, അവിടെ അവർ അബ്രഹാമിനെയും അവൻ്റെ ഭാര്യയായ സാറായെയും ഇസഹാക്കിനെയും അവൻ്റെ ഭാര്യയായ റിബേക്കയെയും അടക്കി. അവിടെ ഞാൻ ലേയെയും അടക്കി. ലേയെ അടക്കിയെടുത്ത് തന്നെയും അടക്കുന്നതിൽ യാക്കോബിന് എന്തെങ്കിലും താല്പര്യമുണ്ടായിരുന്നില്ല എന്നത്ര ഞാൻ കരുതുന്നത്. ഏതായാലും റാഹേലിനെ അടക്കിയിടത്തല്ലോ, പിന്നെയോ ഇസ്രായേലിനോടുള്ള തൻ്റെ വാഗ്ദത്തം ദൈവം നിവർത്തിക്കുന്ന അതേ സ്ഥലത്ത് നിന്നും ഉയർക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ അടക്കപ്പെടണം എന്നത്ര യാക്കോബിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് അവനിത് അവരോട്, തൻ്റെ മക്കളോട് പറയുന്നത്. 49 അധ്യായത്തിൻ്റെ ഒടുവിലത്തെ 2 വാക്യങ്ങൾ, ആ നിലവും അതിലെ ഗുഹയും ഹിത്യരോട് വിലയ്ക്ക് വാങ്ങിയതാകുന്നു. യാക്കോബ് തൻ്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം അവൻ കാൽ കട്ടിലിന്മേൽ എടുത്തു വെച്ചിട്ട് പ്രാണനെ വിട്ടു തൻ്റെ ജനത്തോട് ചേർന്നു. അവസാന നിമിഷം വരെയും തൻ്റെ കാല് നിലത്ത് തന്നെ വെച്ചിരുന്നു എന്നത് രസകരമായിരിക്കുന്നു. ഒരു ജഡീക മനുഷ്യനായി അവൻ തൻ്റെ ജീവിതം ആരംഭിച്ചു. ജനന സമയത്ത് തൻ്റെ സഹോദരൻ്റെ കുതികാൽ പിടിച്ചവനായി അവൻ പുറത്തു വന്നതിനാലാണ് അവനെ യാക്കോബ് അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്നവൻ എന്ന് വിളിച്ചത്. തൻ്റെ പേരിന് യോജിക്കുന്നത് പോലെ തന്നെ അവൻ ജീവിച്ചു. തൻ്റെ മുൻപിൽ വരുന്നതെല്ലാം പിടിച്ചെടുക്കുവാനായിരുന്നു അവൻ്റെ തത്രപ്പാട്. എപ്പോഴും ഒന്നാമതാകുവാനായിരുന്നു അവൻ ശ്രമിച്ചത്. തനിക്ക് വേണമെന്ന് തോന്നിയതെല്ലാം ഏതു വിധേനയും കൈക്കലാക്കുവാൻ അവൻ ആഗ്രഹിച്ചു. ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ തൻ്റെ സ്വന്തം കാലിൽ, സ്വന്തം ശക്തിയിൽ, സ്വന്തം കഴിവിൽ അവൻ ആശ്രയിച്ചു. തൻ്റെ കൗശലത്തിലും ആത്മാർത്ഥതയില്ലായ്മയിലും അവൻ ആശ്രയിച്ചു. തനിക്ക് ദൈവത്തെ ആവശ്യമില്ലെന്നും തൻ്റെ കാര്യം താൻ തന്നെ നോക്കിക്കൊള്ളാമെന്നും അവൻ ചിന്തിച്ചു.
സ്വയം പര്യാപ്തനായി, പൊങ്ങച്ചക്കാരനായി, സ്വയം പ്രമാണീകരിച്ചുകൊണ്ട് കയ്യേറ്റക്കാരനായി, നിന്ദ്യമായി, നികൃഷ്ടമായി അവൻ നടന്നു. ഇതിനേക്കാൾ കൂടുതൽ വിശേഷണം യാക്കോബിനെക്കുറിച്ച് ഇനിയും എന്തു പറയാനാണ് സുഹൃത്തെ? എന്നാൽ പെനിയേലിൽ ദൈവം അവനെ മുടന്തനാക്കി. അവനെ കിട്ടുവാനായി ദൈവത്തിന് അവനെ തകർക്കണമായിരുന്നു, ഉടയ്ക്കണമായിരുന്നു. അവൻ്റെ കഴുത്തൊടിക്കുവാൻ പോലും ദൈവം തയ്യാറായിരുന്നു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. അതെ, തന്നെ സ്നേഹിക്കുന്നവരെ നേരായ വഴിയിൽ കൊണ്ടുവരുവാൻ ദൈവം എന്തും ചെയ്യും. ഇവിടെ യാക്കോബ് മുടന്തിയാണ് തുടർന്നുള്ള തൻ്റെ ജീവിതത്തിലൂടെ പോയത്. അവന് 3 കാലയിൽ നടക്കേണ്ടതായി വന്നു. ഊന്നുവടിയുടെ സഹായമില്ലാതെ അവന് നടക്കുവാൻ കഴിയുമായിരുന്നില്ല. ഇവിടെ അവൻ്റെ മരണത്തിന് തൊട്ടു മുൻപ് യാക്കോബ് കട്ടിലിൽ തൻ്റെ വടിമേൽ ചാരിയിരിക്കുകയാണ്. ഇപ്പോൾ അതിനുള്ള സമയം വന്നു. അവൻ തൻ്റെ കാല് കിടക്കയിലേക്ക് കയറ്റിവെക്കുന്നു, വടി താഴെ കളയുന്നു, എന്നിട്ട് മരിക്കുവാനായി നിവർന്നു കിടക്കുന്നു. ഇതാണ് യാക്കോബ്. ജീവിതത്തിലൊരു നീണ്ട വഴി അവൻ നടന്നു കഴിഞ്ഞു. ഒടുവിലത്തെ വിശ്വാസത്തിൻ്റെ ഒരു പ്രസ്താവനയുമായി അവൻ മരിക്കുന്നു. അതായത് ദൈവവാഗ്ദത്തപ്രകാരം മരിച്ചവരിൽ നിന്നും വാഗ്ദത്ത നാട്ടിൽ തന്നെ ഉയർക്കുന്ന ദിവസത്തെ മുൻപിൽ കണ്ടുകൊണ്ടവൻ മരിക്കുന്നു. പരാജയങ്ങളുടെ മാത്രം നീണ്ട പട്ടിക കൈമുതലായിട്ടുണ്ടായിരുന്ന യാക്കോബ് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ എത്തിച്ചേർന്നു. അതേ സുഹൃത്തെ, നമുക്കും അത് സാധ്യമാകും. അതിനായി നാം ചെയ്യേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്വന്തം പരിശ്രമങ്ങളെ മാറ്റിവെച്ച് ദൈവഹിതം ചെയ്യുവാനായി ജീവിതത്തെ സമർപ്പിക്കണം. ദൈവത്തെ മാനിക്കുന്നവരുടെ ജീവിതം തലമുറകൾക്കും ദേശത്തിനും അനുഗ്രഹമാകുമെന്ന് യോസഫിൻ്റെ ജീവിതത്തിൽ നിന്നും നാം പഠിച്ചു. യോസഫിൻ്റെ ജീവിതത്തിലെ വളരെ കാതലായ പല സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. തന്നെ ദ്വേഷിച്ച സഹോദരങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് ക്ഷമ യോജിച്ചപ്പോൾ അവൻ അവരോട് പറയുന്നത്, ദൈവം ആകുന്നു എൻ്റെ ജീവിതത്തിൽ എല്ലാം ചെയ്തത്. കഷ്ടമാണെങ്കിലും നഷ്ടമാണെങ്കിലും സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും എല്ലാറ്റിൻ്റെയും പിൻപിൽ ദൈവമായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിലും തിരിഞ്ഞു നോക്കി അങ്ങനെ പറയുവാൻ സാധിക്കുമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വചനത്തിൽ നിന്നും അതിമഹത്തായ സത്യങ്ങളെ ഗ്രഹിപ്പാൻ ഈ ദിവസങ്ങളിൽ അടിയങ്ങളെ സഹായിച്ചല്ലോ. ഉൽപ്പത്തി പുസ്തക പഠനത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന അനുഗ്രഹീതമായ അനുഭവങ്ങൾക്കായി, പാഠങ്ങൾക്കായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ചില ആഴ്ചകളായി ഞങ്ങൾ ഉൽപ്പത്തി പുസ്തക പഠനത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. നിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തിയല്ലോ. കർത്താവെ, തുടർന്നുള്ള ഞങ്ങളുടെ പഠനങ്ങളിലും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും നിൻ്റെ വചനം കൂടുതലായി പഠിക്കുവാനുള്ള ഉത്സാഹം നൽകുകയും ചെയ്യണമേ. തിരുനാമത്തെ ഞങ്ങളിലൂടെ മഹത്വപ്പെടുത്തണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. ഈ പഠനത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു പുസ്തക പഠനവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരുമിച്ച് കൂടാം.